മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭാരതത്തിൻ്റെതായ വളർച്ചയും ഉയർച്ചയും ജനങ്ങളിൽ എത്തിക്കാനായിട്ട് നമ്മൾ ധർമ്മ ന്യൂസ് എന്ന് പറഞ്ഞിട്ട് വളരെ ഭംഗിയായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മലയാളത്തിലെ ഒരു സംക്ഷിപ്ത വിവരണമാണ് ഇവിടെ നടക്കുന്നത്. തീവ്രവാദത്തിൻ്റെ ആ പ്രവർത്തനത്തിനെ തടയാനും അതുപോലെ തീവ്രവാദത്തിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങൾക്കും ജമ്മു കാശ്മീരിലുള്ളവർക്കും പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിലുള്ളവർക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി കോമ്പൻസേഷൻ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇന്ത്യക്കാരും ഇന്ത്യക്കാരല്ലാത്തവർക്കും തീവ്രവാദത്തിൻ്റെ വേദന അനുഭവിക്കുന്നവർക്ക് ആദ്യമായിട്ടാണ് ഭാരതത്തിലെ പ്രധാനമന്ത്രി ഭാരതത്തിന് പുറത്തുള്ളവർക്കും കോമ്പൻസേഷനും ധനസഹായവും അനുവദിക്കുന്നത്. അത് പാകിസ്ഥാനെ വളരെയേറെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഭാരതത്തിലെ കരസേനാ മേധാവി അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു, പാകിസ്ഥാൻ എന്ന രാജ്യം ഉണ്ടായതിനു ശേഷം അവരെ ഒരു കാലത്തും വിശ്വസിക്കാൻ സാധിക്കില്ല എന്ന രീതിയിലാണ് അവരുടെ വാക്കുകളും പ്രവൃത്തികളും പോകുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഭാരതം പാകിസ്ഥാനെ വിശ്വസിക്കരുത് എന്ന് അദ്ദേഹത്തിൻ്റെ വരികൾ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ലോകം കേട്ടത്. കാനഡ ഭാരതത്തിന് ആവശ്യമായിട്ടുള്ള യുറേനിയവും മറ്റ് സാധനങ്ങളും എത്ര വേണമെങ്കിലും തരാൻ വളരെയധികം സന്തോഷത്തോടുകൂടി സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചു, അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന മൊത്തം തീവ്രവാദത്തിൻ്റെയും ഉത്തരവാദിത്വം പാകിസ്ഥാനിൽ നിന്നാണ്. പാകിസ്ഥാനാണ് ലോകത്തിൽ തീവ്രവാദം പ്രചരിപ്പിക്കുന്നത് എന്ന് മുസ്ലിം രാഷ്ട്രമായിട്ടുള്ള അഫ്ഗാനിസ്ഥാനും അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു. ഭാരതത്തിലെ സൈബർ ക്രൈം, ഇന്റർനെറ്റും അതുമാതിരിയുള്ളതും ഉപയോഗിച്ചിട്ടുള്ള കുറ്റകൃത്യങ്ങൾ 350% വർദ്ധിച്ചു കഴിഞ്ഞ 3 വർഷം. അതുപോലെ തന്നെ സ്മാർട്ട് ഫോണിലൂടെ തന്നെ യൂണിഫൈഡ് ആയിട്ടുള്ള പേയ്മെന്റ് നടത്താൻ ഇനി ബാങ്കിലേക്ക് പോവുകയോ ഇന്റർനെറ്റ് ഉള്ള കമ്പ്യൂട്ടറിൻ്റെ അടുത്തേക്ക് പോവുകയോ ചെയ്യാതെ നേരെ മൊബൈൽ ഫോണിലൂടെ തന്നെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്താനുള്ള ഇന്റർഫേസ് പോസിബിൾ ആണെന്ന് അതിന് അംഗീകാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകുകയുണ്ടായി. ടാറ്റ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ പവർ 20 ലക്ഷം ജനങ്ങളിലേക്ക് സോളാർ ഇലക്ട്രിസിറ്റി എത്തുന്നതിനുള്ള സംവിധാനം പൂർത്തീകരിച്ചു. 20 ലക്ഷം വ്യക്തികൾക്ക് അപ്രകാരം വൈദ്യുതി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ബാംഗ്ലൂരിൽ ഈ ഓല അതുപോലെ തന്നെ ഉബർ തുടങ്ങിയ ടാക്സി ഓടിക്കുന്ന സൂമക്കാർ എന്ന് പറയുന്ന ആ സംഘടനയ്ക്ക് ഫോർട്ട് സ്മാർട്ട് മൊബിലിറ്റി LLC എന്ന അമേരിക്കൻ കമ്പനി, ഫോർഡ് കമ്പനിയുടെ സബ്സിഡി, അമേരിക്കയിലുള്ള ഫോർഡ് കമ്പനി 160 കോടി രൂപയുടെ ധനസഹായം ചെയ്തിരിക്കുന്നു. വളരെ ചീപ്പായിട്ടുള്ള റേറ്റിൽ സൂമേക്കാർ എന്ന കാറ് റെന്റലിന് കൊടുക്കുന്ന കമ്പനിയുടെ പ്രവർത്തനം ഇന്ന് ജനങ്ങൾക്ക് ബാംഗ്ലൂര് ലഭ്യമാക്കും. ആൾ കാർഗോ ലോജിസ്റ്റിക് ECU എന്ന ലോകപ്രസിദ്ധമായിട്ടുള്ള സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കമ്പനി ഭാരതത്തിലെ ലോജിസ്റ്റിക് ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുമായിട്ട് കൈകോർത്ത് പിടിച്ച് വൻതോതിലുള്ള വികസനത്തിന് വഴിവെച്ചിരിക്കുന്നു. ചൈന ഭാരതത്തോട് നിർദ്ദേശിച്ചിരിക്കുന്നു, അതിർത്തികളിലെല്ലാം നല്ല രീതിയിൽ സമാധാനം പുലർത്തണമെന്നും അതല്ലെങ്കിൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ചൈന ഭാരതത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. പാകിസ്ഥാന്റെ വേദന എന്ന് പറയുന്നത് ഭാരതം അഫ്ഗാനിസ്ഥാനുമായിട്ട് സഹവർത്തിക്കുകയും അഫ്ഗാനിസ്ഥാന് ധാരാളം യുദ്ധോപകരണങ്ങൾ കൈമാറുകയും ചെയ്യുന്നത് പാകിസ്ഥാനെ വളരെയേറെ വേദനിപ്പിക്കുന്നു. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഭാരതത്തിലേക്ക് ചികിത്സയ്ക്കായിട്ട് വരേണ്ട രോഗികളുടെ ടിക്കറ്റ് 40,000 രൂപയിൽ നിന്ന് 4,000 രൂപ കുറയ്ക്കുകയും 4,000 രൂപയായിട്ട് കുറയ്ക്കുകയും മാത്രമല്ല വിസ അവർക്ക് ലഭിക്കാൻ ഒരു പ്രശ്നങ്ങളുമില്ലാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾക്ക് ചികിത്സയ്ക്ക് പാകിസ്ഥാനിലേക്ക് പോകുന്ന സൗകര്യം പാകിസ്ഥാൻ നിർത്തിയത് കൊണ്ടാണ് ഭാരതം ഈ വഴിക്ക് ചിന്തിച്ചതും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്ന് തിരിച്ചു പോകുന്നതിന് 4,000 രൂപ മാത്രമേ ഇപ്പോൾ ടിക്കറ്റിന് വരികയുള്ളൂ. അതുപോലെ ചികിത്സാ സൗകര്യങ്ങളും ഭാരതം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ടാറ്റ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ അത് തെറ്റായ ലേബൽ ടാറ്റയുടെ വെച്ചിട്ട് ധാരാളം സ്ഥലത്ത് വിൽക്കുന്നതിനെതിരെ, ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ വിൽക്കുന്നതിനെതിരെ ടാറ്റ കമ്പനി 19 പ്രദേശങ്ങളിൽ
ശക്തമായിട്ടുള്ള റെയ്ഡ് നടത്തി പല ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ കണ്ടെത്തി അതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. റിലയൻസ് കമ്പനി 20-25 മില്യൺ 2-2.5 കോടി ജനങ്ങൾക്ക് റിലയൻസിന്റെ സബ്സ്ക്രൈബേഴ്സിന് 4G സിം ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പരിപാടി പൂർത്തിയായിട്ടുണ്ട്. റിലയൻസ് കമ്പനി മാത്രമാണ് 4G സിം ഫ്രീ ആയിട്ട് അവരുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുന്നത്. 3Gക്ക് പകരം 4G കൊടുക്കുന്നത്. 1.3 ലക്ഷം കോടി രൂപ 1 കോടി വീടുകൾ ഉണ്ടാക്കാനായിട്ട് പാവപ്പെട്ടവർക്ക് നേരിട്ട് അവരുടെ പാസ്ബുക്കിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് അടുത്ത 3 വർഷമായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവും. അതിലെ 60% ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിലുള്ള വിഭാഗത്തിൽപ്പെട്ടവർക്കും പച്ച ഇഷ്ടിക കൊണ്ട് കുടില് വെച്ച് അല്ലെങ്കിൽ ചേരി പ്രദേശത്ത് താമസിക്കുന്നവർക്കുമായിരിക്കും ഇത്രയും എമൗണ്ട് ലഭിക്കുന്നത് എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചു. റിട്ടയർമെന്റ് ബെനിഫിറ്റുകളും അതുപോലെ ഡെത്ത് ബെനിഫിറ്റും എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമം അടിമുടി നാഷണൽ പെൻഷൻ സ്കീം നവീകരിച്ചിരിക്കുന്നു. ഭാരതത്തില് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന സ്പോർട്സ്മാൻസിന് കായിക താരങ്ങൾക്ക് 2020, 24, 28 കാലയളവില് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള സർവ്വ സംവിധാനങ്ങളും ധാരാളം മെഡലുകൾ വാങ്ങിക്കാനുള്ള എല്ലാവിധത്തിലുള്ള ട്രെയിനിങ്ങുകളും കൊടുക്കാൻ പ്രധാനമന്ത്രി പ്രത്യേക ടാസ്ക് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു. സക്കീർ നായിക്കിന്റെ പേരിൽ 50ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്യാനും 50 വ്യക്തികളെ തീവ്രവാദത്തിലേക്ക് പ്രേരിപ്പിച്ച കുറ്റം ആരോപിക്കാനും അദ്ദേഹത്തിന്റെ ഇസ്ലാമിക് റിസർച്ച് ഗ്രൂപ്പിനെ നിരോധിക്കാനും വേണ്ട നടപടികൾ ലീഗലായിട്ട് നിയമപരമായിട്ട് എടുക്കാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു. G20 രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയും റഷ്യൻ പ്രസിഡന്റ് പുടിനും ഭാരതത്തിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരുമിച്ച് പ്രത്യേകമായിട്ട് ഈ പ്രദേശത്തെ രക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടായിരിക്കും. ബലൂചിസ്ഥാനിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ഭാരതം കൊടുക്കുന്ന അത്യുജ്വലമായിട്ടുള്ള പ്രോത്സാഹനം ലോകം മുഴുവനും അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ബലൂചിസ്ഥാനിലെ ജനത ഭാരതത്തിലെ ത്രിവർണ്ണ പതാകയും നരേന്ദ്രമോദിയുടെ ഫോട്ടോയും വെച്ചുകൊണ്ടുള്ള ജാഥ ലണ്ടനിലും ന്യൂയോർക്കിലും വാഷിംഗ്ടണിലും യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിലെ തലസ്ഥാനങ്ങളിലും ബലൂചിസ്ഥാനിൽ തന്നെയും നടത്താനായിട്ട് തുടങ്ങിയിരിക്കുന്നു. പത്താൻകോട്ട് എയർ ബേസിൽ ആക്രമണം നടത്തിയത് പാകിസ്ഥാനിൽ നിന്നാണെന്നും പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ സപ്പോർട്ട് അതിനുണ്ടായിരുന്നു എന്നും അമേരിക്ക ഭാരതത്തിന് തെളിവുകൾ കൈമാറുകയുണ്ടായി. ഭാരതത്തിന് ആവശ്യമായിട്ടുള്ള NSG മെമ്പർഷിപ്പ് ന്യൂക്ലിയർ സപ്ലൈ ഗ്രൂപ്പിലെ മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് അമേരിക്ക ഏതാനും മാസങ്ങൾക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് വളരെ വ്യക്തമായിട്ട് ഭാരതത്തെ അറിയിക്കുകയുണ്ടായി. ജമ്മു കാശ്മീരിലെ മുഖ്യമന്ത്രി മുഫ്തി സയ്യിദ് മെഹബൂബ മുഫ്തി സയ്യിദ് വാജ്പേയിയുടെ ഫോർമുല ജമ്മു കാശ്മീരിൽ നടപ്പാക്കണമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് അറിയിക്കുകയുണ്ടായി. ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള ഈ പ്രതിരോധ കരാറുകൾ അതിഗംഭീരമായ രീതിയിൽ ഒപ്പുവെക്കുകയും ബ്രഹ്മോസ് മിസൈൽസ് വിയറ്റ്നാമിന് നൽകാൻ വേണ്ടിയിട്ടുള്ള കരാറ് ഒപ്പിടുകയും ചെയ്തിരുന്നു. അയേൺ ഫിസ്റ്റ് 2016 എന്ന പേരിൽ ഉരുക്കുമുഷ്ടി എന്ന പേരിലുള്ള യുദ്ധ പരിശീലനവും പ്രദർശനവും പൊക്രാനിൽ നടന്നത് ഭാരതത്തിന്റെ പ്രതിരോധ ശക്തിയുടെ തെളിവ് ലോകത്തിന് മുമ്പിൽ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെതായിട്ടുള്ള കഴിവുകൾ ലോകത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ ഈ അയേൺ ഫിസ്റ്റ് 2016 എന്ന ഡെമോൺസ്ട്രേഷൻ കൊണ്ട് സാധിച്ചു. ISRO സ്ക്രാം ജെറ്റ് എഞ്ചിൻ എന്ന പ്രത്യേക തരത്തിലുള്ള എഞ്ചിൻ വികസിപ്പിക്കുകയും അത് ഇനി മുതൽക്കുള്ള സാറ്റലൈറ്റും റോക്കറ്റും വിക്ഷേപിക്കാൻ വളരെയേറെ സഹായിക്കുകയും ചെയ്യുമെന്ന് അറിയുന്നു. ശബ്ദത്തേക്കാൾ 6 ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന റോക്കറ്റ് ഭാരതത്തിന്റെ വലിയ നേട്ടമായിട്ട് കരുതുന്നു എന്ന് മാത്രമല്ല, ലോകത്തില് 4 രാജ്യങ്ങളിൽ ഈ സ്ക്രാം ജെറ്റ് എഞ്ചിൻ വിക്ഷേപിക്കാൻ കഴിവുള്ള 4 രാജ്യങ്ങളിൽ ഒരു രാജ്യമായിട്ട് ഭാരതം മാറുകയും ചെയ്തിട്ടുണ്ട്. ഭാരതത്തിന് വേണ്ടിയിട്ട് അമേരിക്കയിൽ ഉണ്ടാക്കുന്ന വളരെ വലിയ ഭാരം വഹിച്ച് ഉയരുന്ന ഹെവി വെയിറ്റ് ലിഫ്റ്റ് ഹെലികോപ്റ്ററുകൾ ഭാരതത്തിന് സപ്ലൈ ചെയ്യാൻ അമേരിക്കൻ ഗവൺമെന്റ് തീരുമാനിച്ചു. 2018-2019 കാലയളവിൽ ഭാരതത്തിന് ആവശ്യമായിട്ടുള്ള ഹെവി വെയിറ്റ് ലിഫ്റ്റിംഗ് ഹെലികോപ്റ്റർ ഭാരതത്തിന് ലഭിക്കും. ഇന്ത്യക്ക് ഇപ്പോൾ ഇന്ത്യയുടെ തനതായിട്ടുള്ള GPS സിസ്റ്റം
ഓരോ ലൊക്കേഷനിലേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള GPS സിസ്റ്റം വികസിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സാറ്റലൈറ്റുകൾ ഇന്ത്യക്കുണ്ട്. ഭാരതം ആ ഒരു ഏരിയയിൽ സ്വയം പര്യാപ്തത നേടുകയാണ്. ആസാമിൽ നടക്കുന്ന ആർമി ഓപ്പറേഷന്റെ ഭാഗമായിട്ട് ഒത്തിരി തീവ്രവാദികളെ ഇല്ലാതെയാക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി എല്ലാ ഉദ്യോഗസ്ഥരോടും പറഞ്ഞു, 19ാം നൂറ്റാണ്ടിലെ വേഗതയിൽ 21ാം നൂറ്റാണ്ടിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കരുത്. വളരെ വേഗത്തിൽ കാര്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ സൂപ്പർ ഫാസ്റ്റ് ലെവലിൽ കാര്യങ്ങൾ തീരുമാനമെടുക്കണം എന്ന് അറിയിച്ചിരിക്കുന്നു. ഭാരതത്തിന് UNOയിൽ സെക്യൂരിറ്റി കൗൺസിലിൽ സ്ഥിരം അംഗത്വം ലഭിക്കാൻ വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്യുന്നതിന് വേണ്ടി അമേരിക്ക സന്നദ്ധത പ്രകടിപ്പിച്ചു. നമ്മുടെ സ്പോർട്സ് വൻതോതിൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള പുതിയ ഐഡിയ ഇന്ത്യൻ പ്രധാനമന്ത്രി എല്ലാ സ്പോർട്സ് സംഘടനകളിൽ നിന്നും സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. ഈ ഗണേശ ചതുർത്ഥി ദിവസം മറ്റ് പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മാല ഉപയോഗിച്ച് ഗണേശനെ ഉണ്ടാക്കുന്നതും ഗണേശന് പൂജ നടത്തുന്നതും ഒഴിവാക്കിയിട്ട് ക്ലേ കൊണ്ട്, കളിമണ്ണ് കൊണ്ട് ഗണേശ വിഗ്രഹം ഉണ്ടാക്കാൻ പ്രധാനമന്ത്രി പ്രത്യേകം നിർദ്ദേശിച്ചു. അത് എക്കോ ഫ്രണ്ട്ലി ആയിരിക്കും എന്ന് അറിയിക്കുകയും ചെയ്തു. പാകിസ്ഥാനെ ശക്തമായിട്ട് അമേരിക്ക വാൺ ചെയ്തിരിക്കുന്നു. തീവ്രവാദത്തെ അനുകൂലിക്കുകയോ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയോ അവർക്ക് സംരക്ഷണം നൽകുകയോ ചെയ്താൽ അത് ശക്തമായി അമേരിക്ക തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് തൻ്റെ സ്കൂളിൽ പ്ലേ ഗ്രൗണ്ട് ഇല്ല, കളിസ്ഥലമില്ല എന്നറിയിച്ചതനുസരിച്ച് ബോംബെയിലെ ഒരു സ്കൂളിന് പ്രധാനമന്ത്രി പ്രത്യേകം കളിസ്ഥലം അനുവദിക്കുകയും ചെയ്തിരുന്നു. ഒളിമ്പിക് മെഡൽസ് ലഭിച്ചവർക്ക് പ്രധാനമന്ത്രി പ്രത്യേക രീതിയിലുള്ള അഭിനന്ദനങ്ങൾ സ്വന്തം വീട്ടിൽ അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് അവരെ അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഭാരതവും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വളരെ ശക്തമായിട്ട് വർദ്ധിക്കും എന്ന് ഇനിയുള്ള കാലങ്ങളിൽ ഭാരതവും ഇസ്രായേലും ഒറ്റ രാഷ്ട്രത്തിലെ പരമമായ ബന്ധുക്കളെ പോലെ പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ഭാരതത്തിലെ ഡിഫൻസ് മിനിസ്റ്റർ അമേരിക്കയിൽ ചെന്ന് ഈ കാലയളവിൽ ധാരാളം മെമ്മോറാണ്ടം സൈൻ ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട്. ഭാരതത്തിൽ 37 മൊബൈൽ ഫാക്ടറികളാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഈ 37 മൊബൈൽ ഫോൺ ഫാക്ടറികളിലായിട്ട് 40,000 പുതിയ ജോലിക്കാരെ നിയമിച്ചിട്ടുണ്ടെന്നും ആ മൊബൈൽ ഫാക്ടറികൾ, മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്ന കമ്പനികൾ വൻതോതിൽ എംപ്ലോയ്മെന്റ് സാധ്യതയുള്ളതാണെന്നും പ്രത്യക്ഷമായിട്ട് 40,000 പേർക്ക് ജോലി കൊടുക്കാനും പരോക്ഷമായിട്ട് ലക്ഷക്കണക്കിന് വ്യക്തികൾക്ക് മൊബൈൽ ഫോണിന്റെ മെയിൻ്റനൻസും റിപ്പയറിങ്ങിലൂടെയും ജോലി നേടാനുമുള്ള സാധ്യത ഉണ്ടാക്കിയിട്ടുണ്ട്. വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സെൽഫി എടുക്കാനും അല്ലാതെ തന്നെ ഫോട്ടോ എടുക്കാനുമുള്ള അനുവാദം ഇനി മുതൽക്ക് ലഭ്യമായിരിക്കും. ജമ്മു കാശ്മീരിൽ പ്രശ്നം സൃഷ്ടിക്കുന്ന തീവ്രവാദത്തെ സൈലന്റായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന 400ഓളം വ്യക്തികളുടെ പേര് ജമ്മു കാശ്മീർ പോലീസിന് കേന്ദ്ര ഗവൺമെന്റിന്റെ രഹസ്യാന്വേഷണ വിഭാഗം കൈമാറുകയും അവരെ ശക്തമായിട്ട് നിയന്ത്രിക്കാനും തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്നവരെ കർശനമായിട്ട് നേരിടാനും വേണ്ട സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ ജമ്മു കാശ്മീർ പോലീസിനോട് കേന്ദ്രസേന അറിയിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾക്കും അല്ലാത്തവർക്കും പാകിസ്ഥാൻ നടത്തുന്ന ആ ക്രൂരമായിട്ടുള്ള അടിച്ചമർത്തലിനെതിരെ ലോകത്തിന്റെ മുഴുവനും ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ആ പരിശ്രമത്തിനെതിരെ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി 22 മെമ്പർ ഓഫ് പാർലമെന്റുമാരെ, പാകിസ്ഥാനിലെ MP-മാരെ ലോകം മുഴുവനും ചെന്ന് പാകിസ്ഥാൻ ക്രൂരമായിട്ടൊന്നും ചെയ്യുന്നില്ലെന്നും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നും പ്രചരിപ്പിക്കാനായിട്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി നിയോഗിക്കുകയുണ്ടായി. ഭാരതത്തിൽ നിന്നുള്ള ലെതർ എക്സ്പോർട്ട് മാത്രം കുറയുകയുണ്ടായി. ബാക്കി എല്ലാ എക്സ്പോർട്ടും അതിശക്തമായിട്ട് കൂടുകയുണ്ടായി. പാകിസ്ഥാനിലെ ഇമ്രാൻ ഖാൻ എന്ന രാഷ്ട്രീയ നേതാവ് വളരെ വ്യക്തമായ ഭാഷയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയോടും മന്ത്രിമാരോടും നിർദ്ദേശിച്ചു, ഇന്ത്യൻ പ്രധാനമന്ത്രി ഭാരതത്തിന് വേണ്ടി എന്തെല്ലാമാണോ ചെയ്യുന്നത് അതേപോലെ നിങ്ങൾ പാകിസ്ഥാന് വേണ്ടി ചെയ്യണം. നരേന്ദ്രമോദിയിൽ നിന്നാണ് ഓരോന്നും പഠിക്കേണ്ടത്. പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് യാതൊന്നും നേടാതെ തിരിച്ചു വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് ലക്ഷക്കണക്കിന് ബില്യൺസ് ഓഫ് ഡോളറിന്റെ ബിസിനസ്സുമായിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി തിരിച്ചു വരുന്നത് എന്ന് അതിന്റെ പാഠം പഠിക്കണമെന്നും ഇമ്രാൻഖാൻ
പാകിസ്ഥാൻ ഭരണാധികാരികളോട് പാകിസ്ഥാൻകാരനായ ഇമ്രാൻഖാൻ പാകിസ്ഥാൻ ഭരണാധികാരികളോട് നിർദ്ദേശിച്ചു. നോർത്ത് ഈസ്റ്റ് റീജിയണിൽ 4000-ലധികം ടെലികോം ടവറുകൾ സ്ഥാപിച്ച് അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പൂർണ്ണമായിട്ടും നവീകരിക്കാനായിട്ട് 2500 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഭാരതത്തിൽ നിന്ന് മൊബൈൽ ഫോണുകൾ, സ്മാർട്ട് ഫോണുകൾ എക്സ്പോർട്ട് ചെയ്യുന്നത് 17% വർദ്ധിച്ചിരിക്കുന്നു. ആ 17% വർദ്ധിച്ചത് ഏപ്രിൽ ജൂൺ മാസങ്ങളിലാണ്, ആദ്യത്തെ ക്വാർട്ടറിലാണ്. ഏറ്റവും കൂടുതൽ ഫോൺ ഭാരതത്തിൽ നിന്ന് കയറ്റി അയച്ചത് 25%-ഓളം സാംസങ് കമ്പനിയാണ്. പിന്നെ മൈക്രോമാക്സ് 13%, ലിനോവ 8% ആണ് വളർച്ച രേഖപ്പെടുത്തിയത്. മഹാരാഷ്ട്ര ഗവൺമെന്റ് അവിടെ ഉപയോഗിക്കാതെ കിടക്കുന്ന ലാൻഡ് വ്യവസായ വികസനത്തിനായിട്ട് വിൽക്കാൻ തീരുമാനിച്ചതിൽ നിന്ന് 1,25,000 കോടി രൂപ 1,25 ലക്ഷം കോടി രൂപ വരുമാനമായിട്ട് മഹാരാഷ്ട്ര ഗവൺമെന്റിന് ലഭ്യമാകുന്നതാണ് എന്ന് അറിയിച്ചു. പ്രണാമം, നമസ്കാരം.